ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ജയറാമിൻ്റെ സിനിമ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് മമ്മൂട്ടി വന്നിട്ട് തട്ടി തോളിക്കേറ്റ് ഗംഭീരം എന്നല്ല, ഒന്നും പറയാനില്ല. ഡയറക്ഷനാണ് മെയിൻ. അടിപൊളിയായിട്ട് രക്ഷയില്ല. സസ്പെൻസ് ട്വിസ്റ്റൊക്കെ ഉണ്ട്. നല്ല പടം, നല്ല മികച്ചൊരു ഫിലിമായിരുന്നു. ഗംഭീരം എന്നല്ല, ഒന്നും പറയാനില്ല. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഓസ്ലർ ആദ്യത്തെ പ്രീമിയർ ഷോ 9 മണി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും ത്രില്ലടിപ്പിക്കും വിധം എടുത്തിട്ടുണ്ട്. ജയറാമാണ് മെയിൻ റോൾ ചെയ്തെങ്കിലും നമ്മളെ മമ്മൂക്കയ്ക്ക് ഒരു പ്രധാന റോളുണ്ട്. ആ റോൾ എന്തെന്നും എപ്പോൾ വരുന്നതും പറയാൻ പറ്റില്ല. മറ്റൊരു പടം കാണാൻ ഇനി ആൾക്കാരുണ്ട്, അവരുടെ ആസ്വാദനത്തിന് മുറിവയ്ക്കുമുണ്ട്. നമ്മൾ ക്യാരക്ടർ എന്തെന്ന് പറയില്ല, പക്ഷേ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സംഭവമാണ്. എല്ലാവരും കൊള്ളാം, എല്ലാ അഭിനേതാക്കളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പൊളിയാണ്. പിന്നെ മമ്മൂട്ടിയുടെ വേർഷൻ സൂപ്പറാണ്. നല്ല പടം. ഡയറക്ഷനാണ് മെയിൻ. അടിപൊളിയായിട്ട് ജയറാം അടിപൊളിയായിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞാൽ സസ്പെൻസ് ആയി പോകണമെന്നും പറയുന്നില്ല. സസ്പെൻസ് ട്വിസ്റ്റൊക്കെ ഉണ്ട്. നല്ല പടം. എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കുറച്ച് ലോജിക്കില്ലായ്മ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മുടെ ഒരു ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുവരുന്നത്, സെക്കൻഡ് ഹാഫ് ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. എടുത്ത് പറയേണ്ട പെർഫോമൻസ് ഇപ്പം ജയറാമിൻ്റെയും പിന്നെ മെഗാസ്റ്റാർ, അതിപ്പോൾ ഒരു സീക്രട്ട് ഒന്നും അല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അവരുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാവരുടെയും ഒരു യൗവനകാലം അതായത് ചെയ്തിട്ടുള്ള ഒരു 4-5 ആക്ടേഴ്സ് ഉണ്ട്. അവർ വളരെ മികച്ചതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടതിൻ്റെ BGM. കാരണം നമ്മൾ സിനിമകളിലൊക്കെ BGM നമ്മൾ എപ്പോഴും അങ്ങനെ രജിസ്റ്റർ ആവണമെന്ന്, പക്ഷേ ഇതിൻ്റെ BGM ഇതാണ്. വേറൊരു കാര്യം, ഒരു പഴയ ഒരു സൂപ്പർ ഹിറ്റ് മലയാള ഗാനം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ അത് BGMനോട് തന്നെ ഈ ഒരു പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇമോഷണലി കുറേ കൂടെ ബൈൻഡ് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ സത്യം പറയാമല്ലോ, ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ജയറാമിൻ്റെ സിനിമ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് മമ്മൂട്ടി വന്നിട്ട് തട്ടി തോളിക്കേറ്റ്. അത് പിന്നെ ഒന്നും പറയാനില്ല. നല്ല മികച്ചൊരു ഫിലിമായിരുന്നു. മിഥുൻ മാനുവൽ പറഞ്ഞ പോലെ തന്നെ 5-ാമതിൽ അത്ര ഇല്ല, എന്നാലും നല്ലൊരു ഫിലിമായിരുന്നു. ഒരു വെറൈറ്റി റിവെഞ്ച് ഫിലിമാണ്. നന്നായിട്ട് പൊളിയാണ്, രക്ഷയില്ല. വേറെ ലെവൽ. മമ്മൂക്ക ഒരു രക്ഷയില്ല. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദുൽഖറിന് ആൻമരിയാക്കാൻ ഗസ്റ്റ് റോൾ കൊടുത്തു. ആ ഒരു ലെവലിൽ മമ്മൂക്കയുടെ എൻട്രി ഒരു രക്ഷയില്ല. ജയറാമിൻ്റെ ഒരു നല്ല തിരിച്ചറിവ് തന്നെയാണ്. അടിപൊളി പടം. സൂപ്പർ പടം, നല്ല പടം. നൈസ് മൂവിയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ എലമെന്റ്സും ഉണ്ട്. സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും ഒക്കെ നൈസാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. നല്ല മൂവി, നല്ല പടമാണ്.